Hi all, today we are going to begin the textbook Film Studies. In our last video we had the introduction to the textbook Film Studies. Today we are moving to the first lesson, the basics of film studies. And in this lesson we have got some terminologies related to film studies. ഇതിൽ നമ്മൾ ഫിലിം സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസാണ് ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ആസ് വി ഓൾ നോ, സിനിമ ഈസ് എ മീഡിയം ദാറ്റ് റിലേസ് ഹെവിലി ഓൺ ടെക്നോളജി ഫോർ ഇറ്റ്സ് എസ്തെറ്റിക് പെർഫെക്ഷൻ. And in earlier times, story was important. Even now, story is important. But good stories determined the fate of film in the box office. And popular films were those which catered to the existing traditional notions regarding tales and its narration. ഇപ്പോൾ പണ്ട് കാലത്ത് അല്ലെങ്കിൽ തുടക്കകാലത്ത് എന്ന് വെച്ചാൽ നല്ല സ്റ്റോറീസ് ഉള്ളതാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നത്. അതുപോലെയുള്ള നരേറ്റീവ് ടെക്നിക്കിനൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പോഴും സ്റ്റോറീസിനും നരേറ്റീവ് ടെക്നിക്കിനും തന്നെയാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ അതിൻ്റെ കൂടെ സിനിമ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ആർട്ട് ഫോം ആയതുകൊണ്ട് തന്നെ അതിന് ഒരു വിഷ്വൽ ആർട്ടും കൂടിയാണ്, കുറച്ച് ടെക്നോളജിക്കും കൂടി അതിൽ സ്ഥാനമുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ട് ഫിലിം മേക്കിലുള്ള ടേംസാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ടെർമിനോളജീസ് റിലേറ്റഡ് ടു ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി pre-production, it can be during production, it can be post-production. അത് സിനിമ പ്രൊഡക്ഷൻ്റെ മുമ്പ്, പ്രൊഡക്ഷൻ്റെ സമയത്ത്, അതിന് ശേഷം, ഈ മൂന്ന് തലത്തിലും ഇത് വരുന്നുണ്ട്. And the actual process of a film starts with the writer getting the thread of the story or creating the storyboard, script. അപ്പോൾ സ്ക്രിപ്റ്റും സ്റ്റോറി ബോർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ തുടങ്ങി ആ ഷൂട്ടിങ്ങിന് ശേഷമുള്ള വർക്ക്, ഇതെല്ലാം ഇതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ ഇൻ അവർ പാർട്ട് 1 we are dealing with the scenes, the terms that are related to production ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേമാണ്. ആൻഡ് ദി ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് mise en scene. Mise en scene is a French word meaning placing on the stage. Mise en scene എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ് ആൻഡ് ഇറ്റ്സ് വേർഡ് മീനിങ് ഈസ് പ്ലേസിംഗ് ഓൺ ദി സ്റ്റേജ്. ആക്ച്വലി ദി എറ്റമോളജി ഓഫ് ദി വേർഡ് ക്യാൻ ബി ട്രേസ്ഡ് ടു ദി theatre as the word was used to denote stage setting during the play. ഇത് ശരിക്കും തിയേറ്റർ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായ ഒരു വാക്കാണ് mise en scene എന്ന് പറയുന്നത്. പിന്നീട് അത് സിനിമയിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ തിയേറ്റർ ആയതുകൊണ്ടാണ്, ആ സ്റ്റേജിലായതുകൊണ്ടാണ് പ്ലേസിംഗ് ഓൺ ദി സ്റ്റേജ് എന്നുള്ള മീനിങ്ങിൽ വന്നത്. ഇൻ സിനിമ mise en scene മീൻസ് പുട്ട് ഓൺ ദി സ്റ്റേജ് എന്നാണ് സിനിമയിൽ mise en sceneൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ആൻഡ് ദി ടേം mise en scene denotes all that happens or appears before the camera. അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ആകെത്തുക എന്നൊക്കെ പറയുന്നതാണ് ഈ mise en scene. In order to make the scene more meaningful and more creative, the filmmaker creates the world he or she wants the audience to experience. അപ്പോൾ എന്തൊരു തരത്തിലുള്ള ലോകമാണ് ഓഡിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആ ഫിലിം മേക്കർ ആഗ്രഹിക്കുന്നത്, അത് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു mise en scene അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ mise en scene എന്താണെന്ന് നമ്മൾ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് എ മൂവി ഫ്രെയിം which result in the creation of meaningful images. It's the arrangement of a movie frame. ഒരു മൂവി ഫ്രെയിമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്, അതാണ് മീനിങ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൂവി ഫ്രെയിമിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ mise en scene എന്ന് വിളിക്കുന്നത്. And after the French New Wave movement in cinema, the mise en scene became much more important in cinematic language. അപ്പോൾ mise en scene is a combination of a number of components. അപ്പോൾ mise en scene എന്ന് പറയുന്നത് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഒരു നമ്പർ ഓഫ് കോമ്പണൻസ്, മെയിനായിട്ട് സെറ്റിംഗ്, പ്രോപ്പർട്ടീസ്, കോസ്റ്റ്യൂം, ലൈറ്റിംഗ് ആൻഡ് ആക്ടിങ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഹെയർ സ്റ്റൈല്, മേക്കപ്പ്, ഇതൊക്കെ mise en sceneൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷേ മെയിനായിട്ട് mise en sceneൻ്റെ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ സെറ്റിംഗ് ഓഫ് ദി സിനിമ, പ്രോപ്പർട്ടീസ് യൂസ്ഡ്, കോസ്റ്റ്യൂം, ലൈറ്റിംഗ് ആൻഡ് ആക്ടിങ്. അപ്പോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി വൈറ്റൽ ഓർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് mise en scene. And the theme and scene, the theme of the scene and the mood to be conveyed to the audience are decided during the actualization of setting. അപ്പോൾ നമ്മൾ എന്ത് തരത്തിലുള്ള ഒരു സിനിമയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്, എന്ത് തരത്തിലുള്ള ഒരു സിനിമയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറ്റിംഗ് ആവണം. ആ സെറ്റിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം വാട്ട് ഇസ് ദി പീരീഡ് ഓഫ് ദി ഫിലിം, ഏത് കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്, എവിടെ നടക്കുന്ന കഥയാണ് എന്ന് നമുക്കത് മനസ്സിലാവണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗോയിങ് ടു ടേക്ക് എ ക്യാമ്പസ് മൂവി, ദി സെറ്റിംഗ് ഷുഡ് ബി എ കോളേജ്.
കോളേജ്. അപ്പോൾ ഏത് കാലത്തെ കോളേജ്, ഒരു ക്യാമ്പസ് മൂവിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു കോളേജിലായിരിക്കും നോർമലി അതിൻ്റെ ഒരു സെറ്റിംഗ്. ഏത് കാലത്തെ കോളേജാണ്? യൂണിഫോം ഇട്ട കുട്ടികളാണോ, അതോ അതിന് മുമ്പുള്ള 70കളിലെ ക്യാമ്പസാണോ, അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ള ഒരു സ്വാതന്ത്ര്യത്തോട് നമ്മുടെ സെമസ്റ്റർ സിസ്റ്റത്തിനൊക്കെ മുമ്പുള്ള ഒരു ക്യാമ്പസാണോ, എന്ത് സ്വഭാവമാണ്, എന്ത് തരത്തിലുള്ള ഒരു ക്യാമ്പസാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കണം സെറ്റിംഗ്. And it also builds a connection between the characters and the locale, thus making a narrative seem more natural. അപ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അവർ പ്രോപ്പറായിട്ടുള്ള സെറ്റിംഗ് ഇടണം. പിന്നെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിൽ 5 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സെറ്റിംഗ് ആണ് സെറ്റിംഗ് ഓഫ് ദി സീൻ നമുക്ക് മനസ്സിലായി. പിന്നെ പ്രോപ്പർട്ടീസ്, അതിന് ആപ്റ്റായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫ്രെയിം എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവർക്ക് ക്യാരക്ടേഴ്സ് അവരുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യണം. അതിന് പറ്റിയ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ഒരു ക്ലാസ് റൂം ആണെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെയാണ് സാധാരണ ഒരു ക്ലാസ് റൂമിൽ കാണുന്ന പ്രോപ്പർട്ടീസ്, ഇതൊക്കെ അവിടെ വേണം. പിന്നെ കോസ്റ്റ്യൂം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കണം അവരുടെ വസ്ത്രധാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂം ഡിസൈനർക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട്. പിന്നെ കോസ്റ്റ്യൂം ഹെൽപ്സ് ടു സെറ്റ് ദി മൂഡ് ഓഫ് എ ക്യാരക്ടർ ആൻഡ് ഗിവ്സ് ഹിൻസ് അബൌട്ട് ഹിസ് ഓർ ഹെർ സിറ്റുവേഷൻ, സ്റ്റാറ്റസ്. അപ്പോൾ നമുക്ക് ഒരു പണക്കാരിയായിട്ടാണോ ഒരു പാവപ്പെട്ടവളായിട്ടാണോ ഏതാണ് നമ്മുടെ കഥാനായിക എന്നറിയാൻ അവരുടെ വേഷം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ സെറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കോസ്റ്റ്യൂം ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ്, ഇപ്പോൾ നമ്മൾ രാത്രിയാണെങ്കിൽ അല്ലെങ്കിൽ പകലാണെങ്കിൽ അതിനനുസരിച്ചിട്ടും, പിന്നെ കുറച്ചും കൂടി നമ്മൾ കടന്ന് ചിന്തിക്കുമ്പോൾ ഒരു സീനിൻ്റെ മൂഡ് എങ്ങനെയാണ്, വാട്ട് മൂഡ് ഇറ്റ് കൺവേസ്, ഒരു ഇമോഷൻ എന്താണ്, ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ എന്താണ്, അതിനും കൂടി അനുസരിച്ചിട്ടായിരിക്കണം ഇത് ലൈറ്റിംഗ് ചെയ്യേണ്ടത്. പിന്നെ acting is also important, as we all know. Acting is important because actors' performance holds key to the effectiveness of a scene. അപ്പോൾ മെയ്സൺ സീനിൽ ഇതൊക്കെ ഉണ്ട്. സെറ്റിംഗ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, ആക്ടിംഗ് ഉണ്ട്. ഇത് കൂടാതെ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ മെയ്സൺ സീൻ്റെ ഭാഗമാണ്. And the German expressionist movement in cinema post World War I saw brilliant use of mise-en-scene to portray the inner conflicts and turbulence and psyche of the characters. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സൈക്കി റിഫ്ലക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്നർ കോൺഫ്ലിക്ട്സ് റിഫ്ലക്റ്റ് ചെയ്യാൻ ഒക്കെ ഈ ഒരു സെറ്റിംഗ് ഉപകരിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല എക്സാമ്പിളായിട്ട് സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ചില മൂവീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് മൂവി ദി ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി ഇൻ 1920, ഡയറക്റ്റഡ് ബൈ റോബർട്ട് വെയിൻ. അത് mise en scene നന്നായി ക്രിയേറ്റീവായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ സിറ്റിസൺ കെയ്ൻ എന്ന് പറയുന്ന 1941 മൂവി. പിന്നെ കണ്ടംപററി ആയിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഡയറക്ടറായിട്ടുള്ള വെസ് ആൻഡേഴ്സൻ്റെ മൂവീസും ഇതിനൊരു എക്സാമ്പിളായിട്ട് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ടുഡേ we became familiar with the concept mise en scene in cinema. Thank you.